നസ്രത്തിൻ പൊൻതാരമേ ബത്ലഹേമിൻ പൊൻസൂനമേ ഈ മണ്ണിൽ ശാന്തി ദേവനെ നിൻ നാമം വാഴ്ത്തിടാം. നസ്രത്തിൻ പൊൻതാരമേ ബത്ലഹേമിൻ പൊൻസൂനമേ ഈ മണ്ണിൽ ശാന്തി ദേവനെ നിൻ നാമം വാഴ്ത്തിടാം. വാനിലെ വെൺമേഘമായി പാരിലെ വെൺശോഭയായി താരിളം പൊൻപൈതലായി ഈശോ ജാതനായി. വാനിലെ വെൺമേഘമായി പാരിലെ വെൺശോഭയായി താരിളം പൊൻപൈതലായി ഈശോ ജാതനായി. ഉണ്ണീശോ ജാതനായി. Merry Christmas, Happy 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 Christmas. Merry Christmas, Happy 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 Christmas. മഴയായി പൊഴിയും പൊൻദിനം വന്നിതാ. ഈ കാലത്തിൻ കൃപകൾ ചൊരിയും കൺതുറക്കുന്നിതാ. കാരുണ്യം മഴയായി പൊഴിയും പൊൻദിനം വന്നിതാ. ഈ കാലത്തിൻ കൃപകൾ ചൊരിയും കൺതുറക്കുന്നിതാ. കനൽ കാറ്റിന്റെ ചൂടിൽ പോലും നറുമലർ വിടരുകയാ. കരോൾ പാട്ടിന്റെ ഈണം പോലെ പുതുകന വെരിയുകയാ. പാടിടാം ഗ്ലോറിയ മാലാഖമാരൊപ്പമേ. നസ്രത്തിൻ പൊൻതാരമേ ബത്ലഹേമിൻ പൊൻസൂനമേ ഈ മണ്ണിൽ ശാന്തി ദേവനെ നിൻ നാമം വാഴ്ത്തിടാം. Merry Christmas, Happy 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 Christmas. Merry Christmas, Happy 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 Christmas. പാപത്തിൻ കറകൾ കഴുകും വെൺദിനം വന്നിതാ. ഈ സ്നേഹത്തിൻ കിരണം ചൊരിയും പാട്ടു കേൾക്കുന്നിതാ. പാപത്തിൻ കറകൾ കഴുകും വെൺദിനം വന്നിതാ. ഈ സ്നേഹത്തിൻ കിരണം ചൊരിയും പാട്ടു കേൾക്കുന്നിതാ. കുളിർക്കാറ്റിന്റെ രാവിൽ പോലും നിലവുകൾ ഉണരുകയാ. നിലാമഞ്ഞിന്റെ തൂവൽ പോലെ കുളിർനിര തഴുകുകയാ. പാടിടാം ഗ്ലോറിയ മാലോകരോടൊപ്പമേ. നസ്രത്തിൻ പൊൻതാരമേ ബത്ലഹേമിൻ പൊൻസൂനമേ ഈ മണ്ണിൽ ശാന്തി ദേവനെ നിൻ നാമം വാഴ്ത്തിടാം. നസ്രത്തിൻ പൊൻതാരമേ ബത്ലഹേമിൻ പൊൻസൂനമേ ഈ മണ്ണിൽ ശാന്തി ദേവനെ നിൻ നാമം വാഴ്ത്തിടാം. വാനിലെ വെൺമേഘമായി പാരിലെ വെൺശോഭയായി താരിളം പൊൻപൈതലായി ഈശോ ജാതനായി. വാനിലെ വെൺമേഘമായി പാരിലെ വെൺശോഭയായി താരിളം പൊൻപൈതലായി ഈശോ ജാതനായി. ഉണ്ണീശോ ജാതനായി. Merry Christmas, Happy 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 Christmas. Merry Christmas, Happy 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 Christmas. Merry Christmas, Happy 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 Christmas. Merry Christmas, Happy 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 Christmas.
ഒരു സ്പർശത്തിൽ എന്താണില്ലാത്തത്? രണ്ടു പേർക്കിടയിൽ ഒരു സ്നേഹവലയം തീർക്കപ്പെടുമ്പോൾ സ്പർശിക്കുന്നവനും സ്പർശിക്കപ്പെടുന്നവനും ഒരുപോലെ സുഖമാക്കപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് തന്റെ കർമ്മരംഗങ്ങളിൽ സ്പർശം ക്രിസ്തു ഒരു മാധ്യമമായി തിരഞ്ഞെടുത്തത്. അന്ധനെ പ്രകാശിതനാക്കാനും കുഷ്ഠരോഗിയെ ശുദ്ധനാക്കാനും മരിച്ചവനെ ജീവനിലേക്കുണർത്താനുമൊക്കെ ക്രിസ്തു ഉപയോഗിക്കുന്നത് സ്പർശം എന്ന മാധ്യമമാണ്. കാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ വന്നല്ലോ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ ഈശോ ആദിയിൽ ജലത്തിനു മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ജലം അത് ജീവനാണ്. നിന്റെ മിഴിയിലൂടെ ഒഴുകുമ്പോൾ അത് തീർത്ഥമാണ്. കണ്ണീർ ലാസന്റെ കുഴിമാടത്തിൽ